ഇത്രയും നാൾ എന്റെ കൂടെ നടന്നിട്ടും അവനാണ് ബാലൻ എന്ന് എനിക്ക് ഒരു തെളിവും കിട്ടിയില്ലല്ലോ. അത്ഭുതമായിരിക്കുന്നു. ഒരത്ഭുതമില്ല. സ്വന്തം തന്തയ്ക്ക് മനസ്സിലായില്ല. എന്നെയോ? തന്നെയല്ല, ബാലനെ. എനിക്കൊരു സംശയം. ഈ സ്വന്തം തന്തയ്ക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എടോ, എന്തോ തന്റെ തന്തയ്ക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയെന്ന് കരുതി എല്ലാ തന്തമാർക്കും അങ്ങനെ പറ്റണമെന്നുണ്ടോ? തന്റെ സംശയമൊക്കെ ഉടനെ മാറും. ഇവിടെ ചിലരുടെയൊക്കെ തലയ്ക്ക് ബാലൻ പുള്ളിയിട്ട് വെച്ചിട്ടുണ്ട്. ബാലന്റെ പേരും പറഞ്ഞ് ഞാനിവളെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. ബാലന്റെ അച്ഛനെയും ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എന്നോട് ദേഷ്യമായിരുന്നു. ആർക്കും അമ്മയോട് ഒരു ദേഷ്യമില്ല. അമ്മ എനിക്കറിയില്ലേ, അതിന്റെ ഒരു സൂചന മനസ്സിൽ കിട്ടിയോണ്ടല്ലേ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്. നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കണേ? പോയി ബാലനെന്തെങ്കിലും കുടിക്കാൻ എടുത്തോണ്ട് വരൂ. ഞാനൊരു കാര്യം ചോദിച്ചാ ബാലിന് ദേഷ്യം തോന്നോ? ഒരിക്കൽ നാട് വിട്ടവന് പിന്നെ നാട് വിടാൻ തോന്നുന്നൊക്കെ നാട്ടുകാർ പറയണേ കേട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ സംഭവിച്ച എന്റെ കുട്ടി. ഏയ്, ഒരിക്കലും ഇല്ല. ഇനിയും നിങ്ങളെയൊക്കെ വിട്ട് പിരിഞ്ഞു പോവാന്ന് പറഞ്ഞാൽ എനിക്കതിന് ഒരിക്കലും കഴിയില്ല. സത്യം. ഇളിച്ച് കാണിക്കാതെ അടിക്കണോ? അടിച്ചോണ്ടിരിക്കുമല്ലോ പിന്നെ. പെട്ടുകാണുവേ. എന്തോ എന്റെ മോൻ വന്ന് കേട്ടോ. നീ അറിഞ്ഞോ? ഞാൻ കാണുകയും ചെയ്തേ. ഇവിടെ ആരാണ്ടൊക്കെ പറഞ്ഞു കേട്ടല്ലോ, അവൻ ചത്ത് മണ്ണടിഞ്ഞു പോയെന്ന്. അവൻ വീട്ടിലുണ്ട്. ബാലേട്ടാ, ഈ ദാസേട്ടൻ ഉറക്കത്തി ഭയങ്കര കൂർക്കം വലിയാ. ദാസേട്ടന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കൂർക്കം വലിക്കുമ്പോഴും ഒരേ ശബ്ദ. ഇതിനാരണ്ട് വിളിക്കണു. ആരാണോ ഈ പാതിരാത്രിക്ക്? അശ്വതി എന്നോട് കയർത്തപ്പോ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാനങ്ങനെ ചെയ്തു പോയതാ. നിങ്ങൾ ബാലനാണെന്ന് കൂടി അറിഞ്ഞപ്പോ നിങ്ങളെയൊക്കെ കണ്ട് എനിക്കൊന്ന് നേരിൽ സംസാരിക്കാൻ തോന്നി. അത് തകരിക്കാം. വേണ്ട, അച്ഛനെ ഉണർത്തണ്ട. നമുക്കങ്ങോട്ട് മാറി സംസാരിക്കാം. വാ വാ, ഇവരൊക്കെ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നതാ. ആ, നമ്മളൊക്കെ മരിച്ചു എന്ന് കരുതിയ ബാലനായത്. ഞാൻ പറഞ്ഞപ്പോ നിങ്ങളൊന്നും വിശ്വസിച്ചില്ലല്ലോ. ദാ, ജീവനോടെ കണ്ടോ. ഏതായാലും ബാലന്റെ അച്ഛൻ ഭാഗ്യവാനാ. എന്റെ മോന്റെ ശവം പോലും കാണാനൊത്തില്ലല്ലോ എന്നായിരുന്നു മൂപ്പിലാന്റെ വിഷമം. അതും നമുക്കൊന്ന് മാറ്റിക്കൊടുക്കാം. അടിച്ചൊതുക്കണ രണ്ടിനും. തൊട്ടുപോകുന്ന മക്കളെ, ആർക്കാണല്ലേ പട്ടികളെ തന്റെ ഉണ്ടെ കാണണ്ടാ കൊന്നളി ഞാൻ. എന്റെ മക്കളുടെ ദേഹത്തേക്കാണ് തൊട്ട എല്ലാത്തിനും അരിഞ്ഞുകളയും ഞാൻ. ഇറങ്ങണ പുറത്ത്. മര്യാദക്ക് ഇറങ്ങി പോകുന്നുണ്ടോ അവൻ പിടിച്ചിറക്കണോ? വേണ്ട. ഒന്ന് മാറും. ആരാ? എന്താ മനസ്സിലായില്ല? ഞാനും അങ്ങനെ കാണാൻ ചെന്ന വീട് പൂട്ടിയിട്ടിരിക്കുക. രാവിലെ തന്തയും മോളും കൂടെ എങ്ങോട്ടോ തെണ്ടാൻ പോയി. പിന്നെ എവിടുന്ന് വരുവാ? വരൂ ചേച്ചി. അല്ല, തുണി തിരുമ്പ്. ഇതെങ്ങടാ ഈ തുള്ളിച്ചാടി പോണേ? അവിടെ ബാലം വന്നവരെ നിനക്കറിയില്ലേ? പിന്നെ എന്തിനാ ഓരോരുത്തരെ കെട്ടിയിരുന്നില്ല ഇങ്ങോട്ട് കൊണ്ടുവരണേ? ചേച്ചി, ഇത് പ്രശ്നം വേറെയാണ്. മരിക്കണേന് മുമ്പ് എന്റെ കുട്ടിയുടെ കല്യാണം കാണാൻ പറ്റുമെന്ന് വിഷമിച്ചിരിക്കുമ്പോഴാ അവളുടെ ബാലം വന്നത്. അവന് വേണ്ടിയിട്ടുള്ള അവളുടെ എല്ലാ പ്രാർത്ഥനയും ദൈവം കേട്ടു. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. അപ്പോഴും അവന്റെ ഒരു... അയ്യോ ചേച്ചി, ഇത് പ്രശ്നം വേറെയാണ്. എനിക്കൊരു പ്രശ്നവും കേൾക്കണ്ട. അച്ചു പോ. ചേച്ചി പറഞ്ഞു കേട്ടോ. പോകാൻ പറഞ്ഞ ആട്ടി കൊണ്ടാലേ സമാധാനം. എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ആരുടെ കാര്യം അവര് പറഞ്ഞത്?
ഒന്നും പറയണ്ട എന്റെ സാറേ. ആ സ്ത്രീക്ക് ഒരു മോളുണ്ട്. എത്രയോ കല്യാണ ആലോചനകൾ കൊണ്ടുവന്നാണ് ഞാൻ. അന്നൊക്കെ എനിക്ക് തല്ലും മുളകുള്ളൂ. അതെന്താ? അപ്പണി സ്വപ്പ വട്ട. ഇതിന്റെ ഇടയ്ക്ക് പണ്ടൊക്കെ നാട് വിട്ട് ഒരു ബാലൻ വന്നു. അവക്ക് പിന്നെ വേറെ ഒരു കല്യാണവും വേണ്ട, ബാലനെ തന്നെ മതി. അതിരിക്കട്ടെ, സാർ ഈ ലീലാവതി അമ്മയെ അന്വേഷിച്ച് തന്നെ ആണോ വന്നത്? അല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ വരവ് കുറച്ചുകൂടി നേരത്തെ ആവായിരുന്നു. ഈ സ്നേഹബന്ധം എന്നൊക്കെ പറയില്ലേ, അതിന്റെയൊക്കെ ഒരു വില മനസ്സിലാക്കുന്നത് തന്നെ ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കണ്ട ശേഷം. അച്ഛനെ പേടിച്ചിട്ടായിരുന്നോ ബാലേട്ടൻ ഇതുവരെ വരാതിരുന്നത്? ആ, ഒന്ന് പറഞ്ഞ പേടി തന്നെയായിരുന്നു. എന്റെ പ്രാർത്ഥനയാ ബാലേട്ടനെ ഇവിടെ കൊണ്ടുവന്നത്. ആ പിന്നെ എല്ലാരും ചോദിക്കുക നമ്മുടെ കല്യാണം എന്നാണെന്ന്. ആ, ഇനി ചോദിക്കുന്നവരോട് പറയണം, 60-ാം കാലത്ത് പല്ലും നഖമൊക്കെ കൊഴിഞ്ഞ് മുടിയും നരച്ച് ഷഷ്ടിപൂർത്തിയും കല്യാണവും ഞങ്ങൾ ഒരുമിച്ചാണ് നടത്താൻ പോകുന്നത്. എന്താ പോരെ? എന്ത് നിർത്തിക്കളഞ്ഞേ? പിടിച്ചോ, എത്ര വേണമെങ്കിലും പിടിച്ചോ. ഇനി കല്യാണത്തിന്റെ കഥ നാട്ടുകാര് പറഞ്ഞാൽ നീ തന്നെ ഉണ്ടാക്കി പറഞ്ഞു. അശ്വതി, ഏയ് അശ്വതി, നിങ്ങൾക്ക് എന്ത് വേണം? ഇങ്ങനെ നോക്കി നിൽക്കാൻ നാണല്ലേ മനുഷ്യ? താൻ ആരാ? തനിക്ക് എന്താ അറിയേണ്ടത്? എന്റെ പേര് അശ്വതി, അതെന്റെ ബാലേട്ടൻ. ഞങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നു, കല്യാണവും കഴിക്കും. പോരെ? ഞാൻ ആരാണെന്ന് നിനക്ക് പറഞ്ഞുതരാം. വാടി ഇവിടെ. അയ്യോ മോളെ, എന്താ ഇത്? ആരാടാ നീ? മോളെ ആരാണെന്ന്? വളർത്തുമ്പോ നേരം വണ്ണം വളർത്തിക്കോണം. നായ്ക്ക് ഭ്രാന്ത് വന്ന വെടിവെച്ചു കൊല്ലാം. ഈ പ്രായത്തിൽ പെമ്പിള്ളാർക്ക് ഭ്രാന്ത് വന്നാലേ ആണുങ്ങളുടെ കൈ ധരിച്ചെന്ന് വരും. എന്റെ മോളെ കുറിച്ച് പറയാൻ നീ ആരാടാ? എന്റെ മോനാതെ മരുമകനോ? ഞാൻ പറയട്ടെ. നീ ഒന്നും പറയണ്ട. നീ ആരടാ പട്ടി? ഞാൻ പറഞ്ഞില്ലേ? കുറെ നേരം ആരടാ നിന്റെ പ്രസംഗം തുടങ്ങിയിട്ട്? ഇവളെ നട റോഡിലൂടെ വലിച്ചടിച്ചുകൊണ്ടാ നീ ആരടാ പുല്ലേ? അവനെ കൊണ്ട് ഞാൻ പറയുക. എന്റെ അശ്വതി തുടർ നീ ആരാ? ഇതേ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു. നീ ആരാ? അകത്ത് പോ. പട്ടി കൊല്ലുവാ. പിടിച്ച് എല്ലാ ദൈവങ്ങളുടെയും കാല് പിടിച്ചിട്ടാ എന്റെ മോനെ തിരിച്ചു കിട്ടിയത്. ഏതോ ഒരുത്തിന് അവനെ തല്ലുന്ന കണ്ടിട്ട് നോക്കി നിൽക്കാമോടാ പട്ടികളെ. അടിച്ചു കൊല്ലണവനെ. അടിയടാ.
ഒറ്റനോട്ടത്തിൽ ഈ പെൺകുട്ടിയെ കണ്ടപ്പോ എന്റെ പെങ്ങളാന്ന് തോന്നിപ്പോയി. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഒരു ചേട്ടന് കൊടുക്കാവുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം കൊടുത്ത ഞാൻ എൻ്റെ പെങ്ങളെ വളർത്തിയത്. പക്ഷേ അവൾ എന്നെ ഒറ്റപ്പെടുത്തിയിട്ട് മറ്റൊരാളോടൊപ്പം പോയി. അന്നു മുതൽ അവിടെ പ്രായത്തിലുള്ളവരെ കാണുമ്പോൾ എൻ്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇനി മേലെ നിന്നെ എന്റെ കൺമുമ്പിൽ കണ്ടുപോകണം. അറിയിക്കോണം ഈ വീട്ടിൽ നിന്ന്. അച്ഛൻ എന്നോട് വീട്ടിൽ കയറരുതെന്ന് പറഞ്ഞു. ഞാൻ പോവാ. എങ്ങോട്ടെങ്കിലും. അശ്വതിയെ കാണാൻ ഞാൻ വരും. ബാലേട്ട വരുന്ന നോക്കി ഞാൻ എന്നും ഇങ്ങനെ ഇരിക്കും. എന്റെ പേര് കഴിയുന്നവൻ ആരായി? ഇനി ഒരു നിമിഷം പോലും വൈകാൻ പാടില്ല. ഇപ്പൊ തന്നെ അച്ഛനോട് തുറന്നു പറയണം, അച്ഛന്റെ മകൻ ഞാനാണെന്ന്. എന്താ? ഞാൻ എന്റെ അച്ഛനെ കാണാൻ വന്നതാ. നിന്റെ അച്ഛനെ കാണാൻ എവിടാണോ വരുന്നേ? വേറെ എവിടെ പോകാൻ? ഞാൻ സ്കൂളിൽ പോകുമ്പോ താഴത്തെ ഈ പുഴ വരെ അച്ഛൻ്റെ കൂടെ വരാറുണ്ടായിരുന്നു. പാലമില്ലാത്തതുകൊണ്ട് എന്നെ തലയിലേറ്റിയാണ് അച്ഛൻ പുഴ കടത്താറുള്ളത്. അച്ഛൻ ഓർമ്മയുണ്ടോ എന്തോ? പക്ഷെ ഞാനൊന്നും മറന്നിട്ടില്ല, ഒന്നും. അമ്മ മരിച്ചപ്പോ അച്ഛൻ ഞങ്ങളോടത് പറഞ്ഞില്ല. അമ്മയെ കാണാൻ വാശി പിടിച്ച് ബ്ലേഡ് എടുത്ത് ഞാൻ ഈ വിരൽ മുറിച്ചു. ചോര കണ്ട് എന്റെ പെങ്ങള് ബോധം കെട്ടു വീണു. സൂക്ഷിച്ചു നോക്കി, ഞാൻ ബാലനാണ്, അച്ഛന്റെ മോൻ. നേരിട്ട് അച്ഛനെ കാണാൻ വരാതെ ഞാൻ അശ്വതി അന്വേഷിച്ചു ചെന്നത് അവൾ ഇപ്പോഴും എന്നെ കാത്തിരിക്കുന്നുണ്ടോ എന്നറിയാനാ. എങ്ങു നിന്നോ വന്നൊരുത്തൻ അച്ഛൻ്റെ മകനായതും അവന്റെ നെഞ്ചിൽ കിടന്ന് അശ്വതി എന്നെ പരിഹസിച്ചതും കണ്ടപ്പോ സഹിച്ചില്ല അച്ഛാ. അച്ഛൻ ഇനിയും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ഇനിയും തെളിവ് തരാം. എന്നെ ബാലനായി അംഗീകരിക്കണമെന്നില്ല, പക്ഷെ അവൻ കള്ളനാണ്. ബാലനായി വന്ന് അവൻ നമ്മുടെ തറവാട്ടിൽ എല്ലാരും ചതിക്കുകയാണ് അച്ഛാ. അച്ഛാ എന്താ
ഈ നിൽക്കുന്ന ആരാന്ന് നിനക്കറിയോ? ഇനി സത്യം പറ, നീ എന്റെ ബാലനാണോ? അതെ, ഞാൻ നിർത്ത്. അങ്ങനെയാണെങ്കിൽ ചെറുപ്പത്തിലുണ്ടായ ഏതെങ്കിലും ഒരു സംഭവം പറയാവോ? കഴിയുന്നില്ലല്ലേ? കഴിയില്ല. അച്ഛാ. വേണ്ട വേണ്ട, നീ കള്ളനാ. ഇതാ എന്റെ മോൻ, എന്നെ കാണാൻ വന്നിരിക്കുന്നു. അശ്വതി, ഇവൻ നിന്റെ ബാലനല്ല. പറ, എന്റെ ബാലേട്ടനാണോ? പറ, എന്റെ ബാലേട്ടനാണോ? പറയാൻ, എന്റെ ബാലേട്ടനാണോ? അല്ല, ഞാൻ നിന്റെ ബാലേട്ടനല്ല. അശ്വതി, മോളെ അവിടെ നിൽക്ക് മോളെ. അശ്വതി, നീ എങ്ങനെയാ പോണേ മോളെ? മോളെ, അശ്വതി, മോളെ. അശ്വതി, മോളെ. മോളെ, അശ്വതി, മോളെ. അശ്വതി. അശ്വതി. മോളെ, അവിടെ നിൽക്ക് മോളെ. മോളെ. മോളെ, അശ്വതി, അവിടെ നിൽക്കണ്ട. അശ്വതി. ഇല്ല, പാടില്ല. ഒരുപക്ഷെ എന്റെ അശ്വതിക്ക് അത് ഒരിക്കലും താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. ഞാൻ കാരണം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അവൻ ആരാണെന്ന് അറിയുന്നത് വരെ ഈ സത്യം എന്നെ തന്നെ ഒതുങ്ങി നിൽക്കട്ടെ. എന്റെ ദൈവമേ, പുഴയെ വെള്ളം കാണണേ. ഡോ, ആ ഇവിടെ വന്ന് കിടക്കുകയാണല്ലേ? സംഭവമൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പോ ഈ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടാണ് താൻ എന്റെ കൂടെ ലീലാവതി അമ്മയുടെ വീട് വരെ വന്നത്. ഓ, എന്റെ ഒരു സമയദോഷം. വല്ലതും ചില്ലറ കിട്ടുന്ന വീടായിരുന്നു. താൻ കാരണം അത് ഇല്ലാണ്ടായി. അവര് പറഞ്ഞ എന്താണെന്നറിയോ? ഞാനൊരു വീടനെയും പൊക്കിക്കൊണ്ട് അങ്ങോട്ട് ചെന്നതെന്ന്. താൻ ഇപ്പൊ സത്യം പറയണം. എന്താ നിന്റെ പേര്? ബാബു. എവിടെ നിന്ന് വരുന്നു? കുറച്ച് ദൂരെ നിന്നാ. സത്യം പറ, താൻ മോഷ്ടാവോ, കൊലയാളിയോ, അതോ സ്മഗ്ലറോ? ഇവിടെ ആര് തിരക്കി വന്നു? ഞാനൊരു പ്രഭാവതിയമ്മയെ തിരക്കി വന്നതാ. ഈ പ്രദേശത്ത് ആകെ ഒരു പ്രഭാവതി അമ്മയല്ലേ ഉള്ളൂ. അത് എന്റെ അമ്മയാണല്ലോ. അവരെ തന്നെയാ. എന്റെ അമ്മോ. നാരായണ നാരായണ നാരായണ. ആരാ? ഞാനാ. എന്താ ഈ നേരത്ത്? ക്ഷമിക്കണം, എനിക്കൊരു തെറ്റുപറ്റി. ആ പെൺകുട്ടിയെ ചെന്ന് കണ്ട് മാപ്പ് പറയണമെന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് അവിടെ ചെല്ലുന്നത് ഭംഗിയല്ലല്ലോ. ഒന്ന് കുമ്പസാരിക്കാഞ്ഞിട്ട് ഉറക്കം വരുന്നില്ലല്ലേ? ആ, സാരമില്ല, പൊയ്ക്കോ. അച്ഛാ. മോളെ, എന്താ? മോൾ എന്നെ വിളിച്ചായിരുന്നു? ഇല്ല. എന്നാ എനിക്ക് തോന്നിയായിരിക്കും. എന്നാൽ അത് അവൻ തന്നെ, സംശയം വേണ്ട. യവൻ ആ വന്നവൻ ഈ അച്ചൂന്റെ അമ്മയുടെ ആദ്യത്തെ കെട്ടിയവനിലുണ്ടായ മകനാ. അപ്പൊ നിന്റെ അമ്മയെ കെട്ടിയപ്പോ ഒരു കുട്ടിയോടെ ഉണ്ടായിരുന്നെന്ന് പറ. അനാവശ്യം പറയരുത്. അമ്മ വീട്ടിൽ വന്നതിന്റെ 4-ാം മാസം തന്നെ പ്രസവിച്ചു. പാവം, എന്റെ അച്ഛൻ പോലും അപ്പോഴാണ് അറിയുന്നത്. അച്ഛന്റെ വീട്ടിൽ പുറം പണിക്ക് നിർത്തിയിരിക്കായിരുന്നു അമ്മയെ. അവര് തമ്മിൽ അടുത്തു, കല്യാണം കഴിച്ചു. ആകെ കൂടി അച്ഛന് ശ്രീധനം കിട്ടിയത് ആ വീർത്ത വയറ് മാത്രം. അപ്പൊ ആ വീർത്ത വയറാണ് ഇപ്പൊ ഈ വന്നവൻ. അതെ, അതല്ലേ അവൻ എന്റെ അമ്മയെ കാണാൻ വന്നത്. അച്ചുവേ, ഓ, ഇനി നിന്റെ സ്വത്ത് രണ്ടായി പങ്കുവെക്കേണ്ടി വരുമല്ലോ. എന്തിന് രണ്ടായിട്ട് പങ്കുവയ്ക്കണം? പങ്കുവയ്ക്കാൻ വേണ്ടി വരട്ടെ. അച്ഛന്റെ തനി സ്വഭാവം നിങ്ങൾക്കാർക്കും അറിഞ്ഞൂടാ. വാശിയുള്ള തന്തയ്ക്ക് എനിക്ക് പേരാണ് ഞാൻ. വരട്ടെ, സ്വത്ത് പങ്കുവെക്കാൻ വരട്ടെ. ഇനി ഇതുപോലെ എത്ര എണ്ണം വരുമെന്ന് ആർക്കറിയാം?
അതുകൊണ്ട് തല എട്ടിയിട്ട് മതി. തല എണ്ണലല്ല, തല കൊയ്യലായിരിക്കും ഇവിടെ നടക്കുന്നത്. വേണ്ട, ഇപ്പൊ തന്നെ ഞാൻ പോയി കൊയ്യാം. പുകഞ്ഞ കൊള്ളി പുറത്ത്. അടങ്ങച്ചു. ഞാൻ അടങ്ങില്ല. 10 ഉയർത്തിപ്പോയി, ഇനി കൊത്താതെ താഴില്ല. എന്നെ വീട്. എന്നാ പോട്ടെ. അയ്യോ, അവൻ കൊത്തുമെന്ന് പറഞ്ഞാൽ കൊത്തും. ഇവൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്ന? തേടിയ വള്ളി കാലിച്ചുറ്റി. എന്തിനാ ഇവിടെ വന്നിരിക്കണേ? വീട് മാറിപ്പോയിരിക്കും. ഇതെന്റെ വീടാ. അതറിഞ്ഞുകൊണ്ട് തന്നെ എവിടെ ഇരിക്കുന്നത്. അത് ശരി. അപ്പൊ എല്ലാം ഉദ്ദേശിച്ച് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നല്ലേ? അതെ, എനിക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അത് സാധിക്കുന്നവരെ ഞാൻ ഇവിടെ തന്നെ കാണും. ഇവിടെ തന്നെ കാണും. വാതിൽ തുറക്ക്, എനിക്കൊന്ന് ഉറങ്ങണം. ഉറങ്ങാനോ? ആ, വാതിൽ തുറക്ക്. തല മണ്ണ് തിന്നും. എന്നെ ഒന്നാം പ്രതി ആക്കരുത്. മണ്ണൊക്കെ നമുക്ക് പിന്നെ തിന്നാം. വാതിൽ തുറക്കുന്നോ അതോ ഞാൻ ചവിട്ടി പൊളിക്കണം? വാതില് തുറക്കാം. ഞാൻ തുറക്കാൻ പോവുമായിരുന്നു. തുറന്നു. ഞാനൊന്ന് ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. ഇന്നെ ഉറക്കാവടാ എന്ത്? പട്ടി. ബാഗ് ബാഗ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഇനി ഉറക്കാവടാ. ഞാനിത് ആരോട് പറയും? ഞാൻ രാമു. ഹലോ. ഹലോ. സത്യത്തിൽ എനിക്ക് കേട്ടപ്പോൾ പ്രയാസം തോന്നി. ചേച്ചേ, ഈ നാട്ടിൽ വന്നിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്ന വെച്ചാൽ ഏതായാലും അവർക്കൊക്കെ വേണ്ടി ഞാൻ ക്ഷമ പറയുന്നു. അല്ല, നമ്മൾ ആരാണെന്ന് മനസ്സിലായില്ല. ഒക്കെ പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. വരണം, വന്നാട്ടെ. കയറണം. വിശ്വസിക്കാം, എന്തും എന്നോട് പറയാം. അപ്പൊ തന്നെ വന്ന് രാമേണ്ണനെ കണ്ടാ മതിയായിരുന്നല്ലോ. നീ ഒരു മണ്ടൻ. ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയല്ലേ, പിന്നെ എങ്ങനെയാ എന്നെ കുറിച്ച് അറിയുന്നത്? ഒന്ന് കൈ കയറി പിടിച്ചെന്ന് കരുതി ഇത്രയും തല്ലിയത് ശരിയായില്ല. ക്ഷമിക്കണം, എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് എന്തിനാണെന്ന് പറഞ്ഞില്ല. ഓ, അത് പറയാൻ മറന്നു. നമുക്ക് ആ പ്രശ്നം ഒന്ന് കൈകാര്യം ചെയ്യല്ലേ? സാർ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണെന്നുള്ള കാര്യം ഞാനിപ്പോഴാണ് അറിഞ്ഞത്. പ്രശ്നം വരുമ്പോൾ വക്കാലത്തിന് വിളിക്കാം. എന്നാ പോട്ടെ. അതെ. ഗോപിയേ, എന്തോ ഇവനെ നമുക്ക് വേണ്ടി വരും. എന്റെ ദൈവമേ. അച്ഛോ, കാപ്പിയൊന്നുമില്ലേ? കാപ്പി? ഞാനിവിടെ വല്ലവന്റെ കാല് താങ്ങിയാ ജീവിക്കുന്നത്. അതിനിടയ്ക്ക് വേറൊരുത്തരും കാപ്പി വേണമെന്ന്. ക്യാപ്പി? ഞാൻ നിനക്ക് തങ്കോസ്മം കലക്കി തരാം. എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കരുത്. ഇനി ഒരു നിമിഷം ഇവിടെ താമസിക്കരുത്. ഇറങ്ങി പൊക്കോ. പോ പോ പോ. എന്താ ഇത്? പണം. പണം ഞാൻ കൈ കൊണ്ട് വിടൂല, പോക്കറ്റിലോട്ടിട്ട്. അപ്പൊ എന്താ വേണ്ട? ചായ വേണോ, കാപ്പി വേണോ, ബൂസ്റ്റ് വേണോ? കുട്ടി, പേടിക്കണ്ട. അന്നത്തെ പോലൊന്നും ഉണ്ടാവില്ല. ഒന്നും മാപ്പ് പറയാൻ എങ്ങനെ മുന്നിൽ കിട്ടുമെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ഇപ്പൊ ഒരു അവസരം കിട്ടി. സാരമില്ല. പിന്നെ കാണാതായ സഹോദരിയെ കിട്ടാൻ ഞാനും പ്രാർത്ഥിക്കാം. അതെ, ഇങ്ങോട്ട് ഇവിടെ വെക്ക്. ഇവിടെ അതെ, അല്ല, ഇവിടെ വെച്ചാൽ മതി. ഇവിടെ ഇവിടെ ഇങ്ങോട്ടുണ്ട്. ഇവിടെ വെക്ക്. അവിടെ തന്നെ വെച്ചാൽ മതി. ഇവിടെ തന്നെ വെക്ക്. ഇങ്ങോട്ട് അവിടെ അല്ല, ഞാൻ ഇവിടെ വെക്കാനാ പറഞ്ഞത്. കൊറേ നേരമായല്ലോ അവിടെ വെക്കി ഇവിടെ വെക്കുന്നൊക്കെ പറയാൻ തുടങ്ങിട്ട്. അല്ല, അത് ചൂടാവല്ലേ. ഞാൻ ആദ്യം അപ്പുറത്ത് കഴിയണോ അത് ഇപ്പുറത്ത് കഴിയണോ, എവിടെ കഴിയണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയി പോയി. അതുകൊണ്ടല്ലേ ഇനിയിപ്പോ അവിടെ തന്നെ കഴിയാം. ഇത് അവസാനത്തെ അവസരമാണ്. ഇന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്റെ ആയുസ്സിൽ പറയലുണ്ടാവില്ല. ഇന്ന് എന്തായാലും പറയണം. ആ, രേണു, ദേ മുടക്കി. എന്താണ് അത്ര ചിരിക്കാൻ? അല്ല, ഈ രേണുവിന്റെ ഓരോ കൂട്ടുകാരികൾക്ക് പറ്റുന്ന ഒരു അബദ്ധം. അതോ നിനക്ക് പറ്റിയ അബദ്ധോ?
എന്താ നീ അവരോട് നീ പറഞ്ഞു? എന്താ പറയാൻ. എന്താ ഇത്? ബാല നീ എന്തായി കാണിക്കുന്നത്? ബാലേട്ടാ, ദാസേട്ടനെ ഒന്നും ചെയ്യരുത്. എനിക്ക് ദാസേട്ടനെ ഇഷ്ടം. എന്താ ഇവിടെ? അച്ഛാ അവള് പറയുന്നില്ലേ ഇവക്ക് ഇവന് ഇഷ്ടമെന്ന്. ഞാൻ നന്ദികേടാണ് ചെയ്യുന്നതെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അന്ന് ഞാനൊരു ജീവിതം തേടി വന്നപ്പോ എനിക്ക് തന്നു. ഇന്ന് ഞാൻ മറ്റൊന്നുകൂടെ ചോദിക്കാണ്. രേണുവിനെ എനിക്ക് തന്നോടെ? ഇല്ലെങ്കിലോ? ഞാൻ കൊണ്ടുപോകും. അച്ഛനോട് എന്താ ചെയ്യുന്നത്? പണം തികയോ നോക്കിയതാ. മോടെ കല്യാണം നടത്തണ്ടേ? ഞാൻ ആഗ്രഹിച്ചതേ എന്റെ മോള് ചെയ്തോളൂ. ഇത്ര പെട്ടെന്നൊരു രാജകുമാരനായിട്ട് പ്രൊമോഷൻ കിട്ടുമെന്ന് ദാസൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒക്കെ എന്റെ ഭാഗ്യം. എന്റെ മോൻ ഭാഗ്യമുള്ളവനാണെന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ ഒരു അമ്മയുള്ള കാര്യം ഇപ്പോഴെങ്കിലും എന്നോട് പറഞ്ഞല്ലോ, സന്തോഷായി. അച്ഛന്റെയും അമ്മയുടെയും തണലിൽ വളരാൻ കൊതിക്കുന്ന പ്രായത്തിലെ നഷ്ടപ്പെട്ട അവരെ കുറിച്ച് ഞാൻ മനഃപൂർവ്വം ഒന്നും പറയാതിരുന്നതാണ്. പേരുകേട്ട കഥകളി നടനാണ് കത്തിവേഷൻ ശിവരാമൻ നായർ. കഥകളി ഭരതനാട്യത്തെ സ്നേഹിച്ചു, മിന്നുകെട്ടി. അച്ഛൻ അമ്മയോടുള്ള സ്നേഹം കാരണം എന്നെ ശിവദാസാന്ന് വിളിക്കും. അമ്മ അച്ഛനോടുള്ള സ്നേഹം കാരണം എന്നെ വെറും ദാസാന്ന് വിളിക്കും. ഇനിയിപ്പോ രേണുവിന് എന്നോട് സ്നേഹം തോന്നുന്ന സ്ഥിതിക്ക് എന്നെ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഞാൻ സ്നേഹമുള്ള എരുമക്കാരെന്ന് വിളിക്കട്ടെ? വിളിച്ചോളൂ, വിരോധമില്ല. അവസാന സ്നേഹം കൂടിക്കൂടി അത് വെറും എരുമയെന്ന് മാത്രം ആവരുത്. നീ എന്തിനാ അവനെ പിടിച്ച് അവിടെ കിടത്തിയത്? കിടത്തിയതല്ലല്ലോ, അവൻ കിടന്നതല്ലേ. അവൻ എന്റെ സഹോദരനാണെന്ന് അറിഞ്ഞപ്പം മുതൽ എന്റെ ഇടനെഞ്ച് പൊട്ടിപ്പോയി. അച്ഛൻ രണ്ടാണെങ്കിലും അമ്മ ഒന്നാ. അമ്മയുടെ സ്വത്തിൽ എല്ലാ മക്കൾക്കും തുല്യ അവകാശമാണ്. ആകെ കൂടി എനിക്കുള്ളത് 17 സെന്റ് സ്ഥലമാണ്. അത് ഞാൻ രണ്ടായിട്ട് ഭാഗിക്കേണ്ടി വരില്ലേ? വേണ്ട, വായിക്കേണ്ടി വരില്ല. അല്ലാതെ തന്നെ അവൻ മുഴുവനായിട്ട് എടുത്തോണ്ട് പൊക്കോളൂ. അറും പറ്റുന്ന വാക്കുകൾ പറയാതെ. എങ്ങനെ പറയാതിരിക്കും? അന്ന് അവനൊരു സഹോദരിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? നിന്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു സഹോദരി ഉണ്ടോ? അവനെ പ്രസവിക്കുന്നതിന് ആ സ്ത്രീ വേറെ ആരെങ്കിലും പ്രസവിച്ചിട്ടുണ്ടോ എന്ന് ആർക്കറിയാം? എന്തായാലും നീ അവനെ അല്പം സൂക്ഷിക്കുന്നത് നല്ലതാ. അതെ അതെ, അവൻ നല്ല ഉറക്കത്തിലാണ്. ഉറങ്ങുന്നവനെ ഉണർത്തുന്നവനാണ് ഞാൻ. ഈ മുട്ട എങ്ങനെയെങ്കിലും അവന്റെ അകത്താക്കണം. ആംലേറ്റ് ആയിട്ടാണോ ബുൾസൈ ആയിട്ടാണോ? എങ്ങനെയെങ്കിലും 101 ആവർത്തി നശീകരണ മന്ത്രം ജപിച്ച് ബ്രഹ്മരക്ഷസിനെ അടക്കിയിരിക്കുകയാണ് ഈ മുട്ടയിൽ. അയ്യോ, രാത്രി കൊടുത്താൽ രാവിലെ പോകും, രാവിലെ കൊടുത്താൽ രാത്രിയിലേ പോകൂ. കൈ നീട്ടു. അയ്യോ, മുട്ട പൊട്ടിപ്പോയി. താൻ തിന്നോടോ. ഞാൻ പോവാ. എടോ അച്ചു, പോകാതെടോ, ഇങ്ങോട്ട് വാടോ. ഞാൻ പോവാ.